ഗ്രോത്ത് നമ്മൾ സാധാരണ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിനേക്കാളും ഡബിളാണ്. ആ വീഡിയോസിൽ നിങ്ങളെല്ലാവരും ആ ഒരു കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. മെഷീനിലൊക്കെ കയറ്റി പൊട്ടിച്ചാണ് വളത്തിനൊക്കെ മിക്കവാറും എടുക്കുന്നത്. ഇത് എത്ര ഒരു 2 വർഷമൊക്കെ ആയാലും ഇതിങ്ങനെ തന്നെ കിടക്കും. നമ്മുടെ പ്ലാന്റ്സ് കണ്ടല്ലോ, നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെയൊക്കെ കണ്ടീഷൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പയറിൻ്റെ ആ ഒരു സൊല്യൂഷനൊക്കെ കൊടുത്തിട്ട് നല്ല ഫ്രഷ് ലുക്കിൽ തന്നെയാണ് പ്ലാന്റ്. നമ്മൾ എപ്പോൾ ഫെർട്ടിലൈസർ കൊടുത്താലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് യെല്ലോ ആയി പോവുകയോ അല്ലെങ്കിൽ ആ ലീഫിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു റിസൾട്ട് എന്താണെന്നുള്ളത്. ഇപ്പോൾ പ്ലാന്റ് അത്യാവശ്യം ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഒരു 1-2 ചെറിയ ഏറ്റവും താഴത്തെ ചെറിയ ഇല ഒന്ന് യെല്ലോ ആയിട്ടുണ്ടായിരുന്നു. അത് പഴക്കം കൊണ്ടാണ് കേട്ടോ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ തളിരിലകളിലൊക്കെ കണ്ടുതരാം. അപ്പോൾ ഇന്ന് നമ്മളുടെ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമുക്ക് ഫെർട്ടിലൈസർ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഫെർട്ടിലൈസർ അടിക്കാൻ ഭയങ്കര മടി ഉള്ളവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ ബുദ്ധിമുട്ട് ഉള്ളവരും കാണും. വർക്കിംഗ് വുമൺസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് കാണും. ചിലപ്പോൾ ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാവരും കറക്റ്റ് ടൈം ടേബിളൊന്നും പോകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ തവണ ഒരു കിഴിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോയിൽ കാണിച്ച രീതിയിൽ തന്നെ മറ്റൊരു ഫെർട്ടിലൈസർ വെച്ചിട്ട് ആ ഒരു കിഴി ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഇന്ന് ഈ പ്ലാന്റ്സിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ്, 1 രൂപ പോലും ചിലവില്ലാതെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഓർക്കിഡ്സൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഓൺലൈനായിട്ട് ഓർക്കിഡ് പ്ലാന്റ്സ്, ഫെർട്ടിലൈസേഴ്സ്, അതിൻ്റെ പോട്ട്സ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. അതുപോലെ വാട്സപ്പിൻ്റെ ലിങ്ക് അതുവഴിയും പർച്ചേസ് ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു കിഴി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ഭയങ്കര സ്ലോ റിലീസിങ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സിന് പതിയെ ഈ ഒരു ഫെർട്ടിലൈസർ കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് ചിലവുമില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം നമ്മൾ ആ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ഒരു വൈറ്റ് കളറിൽ കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവർ ആകുമ്പോൾ മറ്റേ തുണിയുടെ കവറുണ്ടല്ലോ, അല്ലെങ്കിൽ വൈറ്റ് തുണിയോ എന്തെങ്കിലും കോട്ടൺ തുണികളൊക്കെ എടുത്താൽ മതി. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ ഈ വളം കെട്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നൈട്രജൻ കൂടുതലുള്ള വളമാണ് എടുത്തത് കേട്ടോ. കാരണം നമ്മുടെ സീഡ്ലിംഗ് ആണല്ലോ പോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നൈട്രജൻ കൂടുതലുള്ള വളങ്ങളാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ജൈവവളം ആയതുകൊണ്ട് തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ഓൾറെഡി അതിനകത്ത് ഉണ്ടാവും. അതും പ്ലാന്റ്സിൽ കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന വളം. ഇത് നമ്മുടെ ആട്ടും കാഷ്ടമാണ്. അപ്പോൾ ആട്ടും കാഷ്ടം എന്ന് പറയുമ്പോൾ പതിയെ മാത്രമേ പൊടിയെത്തുള്ളൂ. അപ്പോൾ സ്ലോ റിലീസിങ് ആയിട്ട് നമ്മുടെ പ്ലാന്റ്സിൽ പതിയെ കിട്ടിക്കോളും. ഈ ചാണകവും ആട്ടും കാഷ്ടമൊക്കെ കൊടുക്കുമ്പോൾ ഗ്രോത്ത് നമ്മൾ സാധാരണ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിനേക്കാളും ഡബിളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വെച്ച് അതിനകത്ത് ആ കിഴി കെട്ടി വെച്ചാൽ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. ഇല്ലെങ്കിൽ ഇത് പൊടിച്ച് കലക്കിയിട്ടൊക്കെ കൊടുക്കണം. അതിനൊന്നും ആവശ്യമില്ല. ഇതിങ്ങനെ ഇട്ടിരുന്നാൽ നമ്മളെപ്പോഴും ഫെർട്ടിലൈസർ കൊടുത്തില്ലെങ്കിലും സൂപ്പറായിട്ട് പ്ലാന്റ് വളരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാവേ. അപ്പോൾ നമ്മളെ കണ്ടിന്യൂസ് ആയി സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഉള്ള ഗിഫ്റ്റ് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ കാര്യം നിങ്ങൾ മറക്കണ്ട. നമുക്കിനി അടുത്ത ആളെ സെലക്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ കിഴി നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടാനായിട്ട് ദാണ്ട ഇതുപോലൊരു ടാഗും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 5 പ്ലാന്റിന് വേണ്ടിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ 5 ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവേ. ഇത് ഇത് നമ്മുടെ ആട്ടുംകാഷ്ടമാണ് കേട്ടോ. ആട്ടുംകാഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല ഒരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. നമുക്ക് പ്ലാന്റ്സിൽ ഏത് പ്ലാന്റ്സിൽ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പം നമ്മൾ ഓർക്കിഡിലാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. കിഴിയിലാവുമ്പോൾ പതിയെ റിലീസാവുന്ന ഫെർട്ടിലൈസർ ആകുമ്പോൾ അത് പതിയെ പ്ലാന്റ്സിന് കിട്ടുകയും ചെയ്യും. ആട്ടുംകാഷ്ടം അറിയില്ല, നമ്മൾ ഇടിച്ച് പൊട്ടിച്ചാൽ പോലും അത് പൊട്ടത്തില്ല. മെഷീനിലൊക്കെ കയറ്റി പൊട്ടിച്ചാണ് വളത്തിനൊക്കെ മിക്കവാറും എടുക്കുന്നത്. ഇത് എത്ര ഒരു 2 വർഷമൊക്കെ ആയാലും ഇതിങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പതിയെ നമുക്ക് പ്ലാന്റ്സിൽ ഇങ്ങനെ കുറേശ്ശെയായിട്ട് കിട്ടും. അതിനാണ് നമ്മൾ ഈ ഒരു
ഫെർട്ടിലൈസർ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആട്ടിൻ കാഷ്ടത്തിൽ നമ്മുടെ ചാണാനേക്കാട്ടിലും ഭയങ്കര റിസൾട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. കാരണം ഈ ആടെന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് പുല്ലുകൾ ഇങ്ങനെ തിന്നും. നമ്മളെ പശുവിൻ്റെ കൂട്ടല്ല, പശുവിന് ചിലപ്പോൾ നമ്മൾ ഈ വെട്ടിക്കൊടുക്കുന്ന പുല്ലും നമ്മളല്ലെങ്കിൽ പറമ്പിലൊക്കെ കൊണ്ട് കെട്ടുവാണെങ്കിലാണ് അത് കഴിക്കുന്നത്. പക്ഷേ ഈ ആടെന്ന് പറഞ്ഞാൽ വീട്ടിലൊക്കെ നിന്ന് എല്ലാ പോച്ചയും അത് കഴിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഔഷധ സസ്യങ്ങളും ഇവർ കഴിക്കുന്നത് കൊണ്ട് അതെല്ലാം നമ്മുടെ പ്ലാന്റ്സിലും കൂടെ കിട്ടുക എന്നുള്ളതാണ്. അപ്പം ഈ പച്ചില വെച്ചിട്ട് വളം ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ആട്ടിൻകാഷ്ടമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ആട്ടിൻകാഷ്ടം ഇതിനകത്തോട്ടൊന്ന് തട്ടിയിടാതെ, ഇത്രയും വേണ്ടി എടുത്തില്ല, നോക്കാം നമുക്ക്. ഏകദേശം നമുക്കിതാ ഈ ഒരു പാത്രത്തിൽ കുറച്ചെടുത്തിട്ട് കിഴിയിൽ ഇടാവേ. അപ്പോൾ ഇത് നമുക്കൊരു 5 കിഴിയായിട്ട് ഇത് മാത്രമായിട്ടാണ് കെട്ടുന്നത്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മുട്ടത്തോടൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനൊന്നും വേറൊന്നും ചെയ്യുന്നില്ല, കാരണം നമുക്ക് നൈട്രജനാണ് ഇപ്പോൾ അത്യാവശ്യം എല്ലാ വളങ്ങളും ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് തുണിയിലേക്ക് കെട്ടാം. അപ്പോൾ കിഴി കുറച്ച് ചെറുതായിട്ടിരുന്നാലും കുഴപ്പമില്ല, കാരണം നമ്മുടെ പ്ലാന്റ് ചെറുതാണല്ലോ, അതുകൊണ്ട് ഇത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഒത്തിരി വലിപ്പം വേണമെന്നില്ല. എന്നിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങളതിൽ ഈ ടാഗ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നൂല് വെച്ച് കെട്ടിക്കൊടുത്താൽ, റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും മതി. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൊണ്ട് റെഡിയാക്കി എടുക്കാം. നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തപ്പോൾ ഇച്ചിരി വലുതായിട്ടുണ്ട് കേട്ടോ കിഴി. ഇച്ചിരി ചെറുതായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇനി നമ്മുടെ പ്ലാന്റിലോട്ട് വെച്ച് കൊടുക്കാം. പ്ലാന്റ് ഇങ്ങോട്ട് എടുക്കട്ടെ. ഞാനിപ്പോൾ ഇതേ ടേബിളിൽ തന്നെയാണ് കേട്ടോ കുറേ ദിവസമായിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഷെയ്ഡൊക്കെ കറക്റ്റ് ഷെയ്ഡാണ്. സൺലൈറ്റ് അത്യാവശ്യം ഗ്രോ ചെയ്യുന്നുണ്ട് പ്ലാന്റെല്ലാം. ഇനി ഓരോ കിഴിയായിട്ട് നമുക്ക് ഈ പ്ലാന്റിൻ്റെ ചുവട്ടിലായിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഇത് നമുക്ക് എടുത്തിട്ട് വേണമെങ്കിൽ പോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പോട്ടിങ്ങിൻ്റെ ആ അടിയിലോട്ട് ചേർത്തിട്ട് വേണമെങ്കിൽ വെക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ അന്നേരം പോട്ട് ചെയ്ത കൂട്ടത്തിൽ അങ്ങ് ചെയ്തു പോവുകയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നല്ല മഴയത്തൊന്നും വെക്കാൻ പാടില്ല. അങ്ങനെ അകത്തൊക്കെ ഇങ്ങനെ കിഴി കെട്ടി വെക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇതിന് വല്ല അഴുകലോ വല്ല ഇൻഫെക്ഷനോ കാണുവാണെങ്കിൽ ഇതെടുത്തൊക്കെ മാറ്റാം. അതിന് വേണ്ടിയാണ്. പിന്നെ ഇപ്പോൾ ഇച്ചിരി വലുതായിപ്പോയി കിഴി, അതുകൊണ്ട് ഒന്നും ഭയങ്കര പോട്ടിലിങ്ങനെ തിങ്ങിയിരിക്കുകയാണ്. വലിയ പോട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇത്ര എടുക്കാം. ചെറിയ പോട്ടാണെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ചെറുതാക്കാം. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിങ്ങനെ പ്ലാന്റിൻ്റെ ചുവട്ടിലിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ദിവസം വെള്ളം ഒഴിക്കുമ്പോഴും ഇതിൽ നിന്ന് കുറേശ്ശെ ഫെർട്ടിലൈസർ ഇങ്ങനെ അലിഞ്ഞിട്ട് ഈ പോട്ടി മിക്സിലോട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ റൂട്ടിൻ്റെ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പം ഇതുകൂടെ നനയുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. പിന്നെ നിങ്ങൾ ഇന്നാളൊക്കെ ചോദിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പം, ഇത് നമുക്ക് അലോവേരയിൽ മുക്കി വയ്ക്കാവോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ മുക്കി വയ്ക്കാവോ എന്നൊക്കെ. എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ഈ കിഴി ഒന്ന് കുറച്ച് നേരം ഇട്ടിട്ട് ഏതെങ്കിലും ഫെർട്ടിലൈസർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കിഴി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് എടുത്തിങ്ങനെ വെച്ചിരുന്നാൽ പതിയെ അതിനകത്ത് റിലീസ് ആയിക്കോളും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിൽ കിഴി ചെയ്യാൻ പറ്റുന്ന വേറെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അത് നമുക്ക് മറ്റു വീഡിയോസിൽ നമുക്ക് കാണാം. ഇതിപ്പം നമുക്ക് വീട്ടിൽ വലിയ ചിലവൊന്നുമില്ലാതെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു വളമാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലെ ചെയ്ത് വെച്ചിരുന്നാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മളുടെ ആ ഒരു പ്ലാന്റിൻ്റെ ഗ്രോയിങ്ങിന് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു തുണി ഇനി പൊട്ടി പുറത്ത് പോവുകയാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. കുറച്ച് ഒത്തിരി തിക്കായിട്ടുള്ള തുണിയിലൊന്നും നമ്മൾ കെട്ടരുത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ഈ ഒരു ഫെർട്ടിലൈസർ ഇതിനകത്തോട്ട് റിലീസ് ആവത്തില്ല, അലിഞ്ഞ് വരത്തില്ല. അതുകൊണ്ടാണ് ഇതുപോലത്തെ നെറ്റ് ടൈപ്പ് ഒരു തുണിയിൽ വെച്ച് കെട്ടിയിരിക്കുന്നത്.
അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെയൊക്കെ ഗ്രോത്ത് എന്തായെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങളെല്ലാവരും ആ ഒരു കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ പ്ലാന്റുകൾ വളർത്താം. ഈ പ്ലാന്റ് വളരുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സീരീസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.